വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാ ദിവസവും ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് പ്രത്യേകത ഒന്നുമില്ല, സബ്ജക്റ്റിന് പ്രത്യേകിച്ച് കണ്ടന്റിന് പ്രത്യേകത ഒന്നുമില്ല. പക്ഷെ എന്താ, എല്ലാ ദിവസവും വ്യത്യസ്തമായിട്ടിരിക്കും എന്നെനിക്ക് തോന്നുന്നു. എല്ലാ ദിവസവും വ്യത്യസ്തമായിട്ടാണ് ഇരിക്കുന്നത് എങ്ങനെ പോയാലും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കാണാം. എനിക്ക് ഓൾറെഡി ഇങ്ങനെ സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് ഞാൻ റീൽസ് ഷോർട്സ് ഒക്കെ നേരത്തെ തന്നെ ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നത്തെ ഒരു കാര്യം, എൻ്റെ ആദ്യത്തെ ചാനലല്ല ഇത്. എനിക്ക് വേറെ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അത് പക്ഷെ ഞാൻ ഒരുപാട് കുഴച്ച് മറിച്ച് കണ്ടന്റ് ഇട്ട് വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാനത് ഉപേക്ഷിച്ചിട്ട് ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട്. അതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ എനിക്കിങ്ങനെ വോയിസ് ഓവർ ചെയ്യാനും ഇങ്ങനെ സംസാരിക്കാനും, ഞാൻ പറഞ്ഞല്ലോ അല്ലേ, സംസാരിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. അപ്പം അത് ഒരെണ്ണം അങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് കിടന്നു. അതുകൊണ്ട് എനിക്കത് ഉപേക്ഷിക്കേണ്ട വന്നു എന്നല്ല, ഉപേക്ഷിക്കാമെന്ന് തോന്നി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും റീച്ച് ഉണ്ടാവും. അതിന് ഇട്ട് കഴിയുമ്പോൾ റീച്ച് ഉണ്ടാവുന്നതിനേക്കാളും കൂടുതൽ എനിക്കൊരു സംതൃപ്തി ഉണ്ട്. ആ സംതൃപ്തി എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ പുതിയതായിട്ട് ഒന്നേറെ തുടങ്ങിയ ചാനലാട്ടോ. നമുക്ക് കഴിക്കാനായിട്ട് ക്യാരറ്റ് പുട്ടാണുള്ളത് കേട്ടോ. ഇവിടെ മിക്ക ദിവസവും ഉണ്ടാവുന്നതാണ് ക്യാരറ്റ് പുട്ട്. അപ്പോൾ ക്യാരറ്റ് പുട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്യാരറ്റ് കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും സംഭവം കഴിക്കാം. പക്ഷേ ഇന്ന് എനിക്ക് ഏത്തപ്പഴം പുഴുങ്ങിയതും അല്ലെങ്കിൽ റോബസ്റ്റ പഴം ഇരിക്കുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒരു പഴം കൂട്ടി ഞാൻ കഴിക്കും. പുട്ട് ഞാനിവിടെ ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്കാട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വൈകുന്നേരം നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ നാളത്തേനാണെങ്കിലും എടുക്കുക. ഇത് കുറച്ച് ചൂടാറി കഴിയുമ്പോഴത്തേക്കിനും ഞാനെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കും. എന്നിട്ട് നാളെ എടുക്കുകയോ അല്ലെങ്കിൽ വൈകുന്നേരം എടുക്കുകയോ ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ ഞാൻ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിലാട്ടോ ഇരിക്കുന്നത്. ചെറിയ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ വർക്ക് ചെയ്യുമ്പം ആക്ച്വലി റൂമിൽ നല്ല ഡാർക്കായിട്ടുള്ളൊരു റൂമാണ് സിസ്റ്റമൊക്കെ ഇരിക്കുന്നതായതുകൊണ്ട്. അപ്പം എൻ്റെ ഏട്ടൻ്റെ റൂമാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വന്ന് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ നല്ല ഡാർക്കായിട്ടിരിക്കുന്നതുകൊണ്ട് ഞാനൊരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനെൻ്റെ വർക്കുകളൊക്കെ ചെയ്യട്ടെ. കിച്ചണിലെ പരിപാടികളൊന്നും ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല. കുക്കിംഗ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. പാത്രം കഴുകാൻ കിടക്കണം. പാത്രം കഴുകാനും അടിച്ചു വാരാനൊക്കെ കിടക്കുന്നുണ്ട്. ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് ഇടാൻ കിടക്കുന്നുണ്ട്. യൂണിഫോം വാഷ് ചെയ്തിടണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട്, നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും കറക്ഷനൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം ചെറുതായിട്ട്, ഇതൊരു വലിയ തിരക്കൊടിച്ച പരിപാടിയേ അല്ല. അപ്പം ഇടയ്ക്കൊക്കെ അതിന് വരിക. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ജോലികൾ ടൈം ഇങ്ങനെ വെച്ചാണ് ചെയ്യുന്നത്. ഇപ്പം ക്ലീനിങ് നമുക്ക് പയ്യാണെങ്കിലും ചെയ്യാം. എല്ലാം ഒതുക്കി ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് പാത്രമൊക്കെ കഴുകാനായിട്ട്. അപ്പോൾ ഇത് ചെയ്ത് വിട്ട് കഴിഞ്ഞിട്ട് അത് പോയി കഴുകുന്നു. പിന്നെ നമുക്കൊരു 10 മിനിറ്റൊക്കെ വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം. 10 മിനിറ്റ് അല്ല, പിന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഹലോ. അപ്പോൾ ഞാൻ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിലാട്ടോ ഇരിക്കുന്നത്. ചെറിയ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ വർക്ക് ചെയ്യുമ്പം ആക്ച്വലി റൂമിൽ നല്ല ഡാർക്കായിട്ടുള്ളൊരു റൂമാണ് സിസ്റ്റമൊക്കെ ഇരിക്കുന്നതായതുകൊണ്ട്. അപ്പം എൻ്റെ ഏട്ടൻ്റെ റൂമാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വന്ന് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ നല്ല ഡാർക്കായിട്ടിരിക്കുന്നതുകൊണ്ട് ഞാനൊരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനെൻ്റെ വർക്കുകളൊക്കെ ചെയ്യട്ടെ. കിച്ചണിലെ പരിപാടികളൊന്നും ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല. കുക്കിംഗ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. പാത്രം കഴുകാൻ കിടക്കണം. പാത്രം കഴുകാനും അടിച്ചു വാരാനൊക്കെ കിടക്കുന്നുണ്ട്. ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് ഇടാൻ കിടക്കുന്നുണ്ട്. യൂണിഫോം വാഷ് ചെയ്തിടണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട്, നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും കറക്ഷനൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം ചെറുതായിട്ട്, ഇതൊരു വലിയ തിരക്കൊടിച്ച പരിപാടിയേ അല്ല. അപ്പം ഇടയ്ക്കൊക്കെ അതിന് വരിക. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ജോലികൾ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേറെ വീഡിയോയിൽ വീണ്ടും